ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്, പൊട്ടറ്റോ ഗാർലിക് റിംഗ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നൈസായിട്ട് തന്നെ പൊടിക്കണം. ഇനി ഞാൻ ഒരു 4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണിത്. അത് തൊലി കളഞ്ഞ് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഞാനൊരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ബട്ടറിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു വലിയ ബൗളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ വളരെ നൈസായിട്ട് തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞിരിക്കുന്ന മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് കുറേശ്ശെ ഉരുളകളാക്കി ഇത് പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചപ്പാത്തിയുടെ പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അധികം തിന്നായിട്ട് പരത്തരുത്, ഒരു ചെറിയൊരു കട്ടി വേണം ഇതിന്. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അടപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ആയാലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഞാൻ അതിനേക്കാളും ചെറിയ ഒരു അടപ്പെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇതുപോലെ എടുത്തു മാറ്റാം. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിംഗ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ റിങ്സ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റിങ്സ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ റിങ്സും ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ ഗാർലിക് റിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.